സാറേ എൻ്റെ വണ്ടി ഞാൻ വേറെ ആർക്കും അങ്ങനെ ഓടിക്കാൻ കൊടുക്കാറില്ല. സാറേ ഒരു കാര്യം പറയാം സാർ, എൻ്റെ വണ്ടി വേറെ ആരും ഓടിക്കാറില്ല സാറേ. അതിൻ്റെ നടുക്കിടണം. ആ സാർ സാറേ സാർ പതുക്കെ പതുക്കെ ഞാൻ എടുക്കാം സാർ. വേണ്ടി സാറേ കുഴി എടുക്കണേ സാർ. സാർ സാർ ഒരു കുഴി സാർ പതുക്കെ സാർ. മനസ്സിലൊന്നും വെച്ചേക്കല്ലേ സാർ. സാർ എന്നോടൊന്നും തോന്നല്ലേ. നമ്മുടെ മണിയൻ്റെ കാര്യം എന്താ സാറേ? അവനെ കെട്ടിയോ കൊന്നോ കുഴിച്ചു മുടിയൊന്നും നീ നോക്കേണ്ട കാര്യമില്ല സാറേ. എൻ്റെ താക്കോല് സാറേ വണ്ടി കൊടുക്കാൻ പറ്റില്ല. സാറേ രാവിലെ അവിടെ കിടന്ന് പട്ടി ഷോ കാണിച്ചാ. എടാ ഈഗോ തലയ്ക്കാത്തായ അല്ലടാ. അത് ഈ സമയത്ത് വായിക്കാത്ത കുത്തിക്കേറ്റാൻ നോക്കല്ലേ. സാറേ ഞാൻ പറയുന്നു കേക്ക് സാറേ. ഞാൻ വണ്ടിയുടെ എടുത്ത് സാറേ പ്ലീസ്. നീ വണ്ടി എടുത്തോണ്ട് നോക്കട്ടെ. നീ ജോസാനോട് താങ്ക്സ് പറയടാ. വെൽക്കം. എടീ വണ്ടി കിട്ടി. ഞാനിപ്പോ സ്റ്റേഷൻ. കുഴപ്പമൊന്നുമില്ല. നീ വേണേ കിടന്നോ. എടാ ഒരു ഓട്ടം വരാടാ നീ. അല്ല പോയിട്ട് തിരക്കൊന്നുമില്ലല്ലോ നിനക്ക്. സുദീപേ എരുമേലി ചെന്നിട്ട് റൈറ്റ് മെയിനിലോട്ടല്ലേ സുധീഷിന്റെ വീട്? പള്ളിയുടെ അവിടെ ചെല്ലുമ്പോ തന്നെ മതിലൊക്കെ. എടാ ഇവിടെ എരുമേലിക്ക് എടുത്ത് നമ്മുടെ PC സിസ്റ്ററിന്റെ കല്യാണം. നീ ഞങ്ങളെ ഇവിടെ നിന്ന് കൊണ്ടുവിടാവും. ഉടനല്ലേ സാർ വണ്ടി? അതെ ഞാൻ 2 അടിച്ച കൊഞ്ച. നീ സേഫായിട്ട് വീട്ടിൽ കൊണ്ട് എത്തിക്കണേ. ബെന്നി നീ വരുന്നില്ലടാ കല്യാണത്തിന്? ആ സാറ് വരുന്നുണ്ടോ? പിന്നെ നിനക്ക് എങ്ങനെയാടാ ഈ ബെൻസ് എന്നുള്ള അവരാധിച്ച പേര് വന്ന്? സാറേ അതിൻ്റെ ഈ വണ്ടിപ്രാന്ത് കാരണം ആൾക്കാർ വിളിക്കുന്ന SSLC ബുക്കിൽ എൻ്റെ പേര് ഷൺമുഖ എന്ന. നീ ഇളയരാജ ഫാനല്ലേ? സാറേ ഇതൊക്കെയല്ലേ നമുക്ക് ജീവിക്കാനൊരു പ്രതീക്ഷ നൽകുന്നത്. സാറിൻ്റെ ഫാമിലിയൊക്കെ? എന്റെ പെമ്പർനോത്തി മരിച്ചിട്ട് 5 വർഷം കഴിഞ്ഞു. ഒരു മോളാ മേരി. നിനക്കോ? എനിക്ക് 2 പേര്, ഒരു മോനും ഒരു മോൻ. എടാ ബെന്നി നീ ഉറങ്ങിയോടാ? കഴിവറി വീടറാ ബെന്നി. ഒന്നുമില്ലെങ്കിലും നമ്മള് നല്ല കാര്യത്തിന് ഇറങ്ങിയല്ലേടാ. എടാ മനസ്സേ. അയ്യോ ഇല്ല സാർ, എനിക്കാരെ അറിയത്തില്ല. ബെന്നി നിനക്കറിയാലോ. വേടാ കാല് ചവിട്ടുന്ന ഇത് അമ്പലമൊന്നല്ലോ. എന്താ ഇത് അമ്പലമൊന്നല്ലല്ലോ, കാറല്ലേന്ന്. എന്താ നീ എന്താ വള്ളി പിടിക്കാണോ? ചേട്ടൻ വള്ളി പിടിക്കണേ ഞാനും പിടിക്കും. ചേട്ടൻ പിടിക്കണേ ഞാനും പിടിക്കുന്നു. എന്നാ ഞാൻ പിടിക്കുന്നില്ല. എന്നാലും പിടിക്കുന്നില്ല. ഇയാള് പോ. കയറ്റി വെക്കാൻ നല്ല സ്ഥലം. ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ, ഓഹോ കൊണ്ടുവാ. ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ, ഓഹോ കൊണ്ടുവാ. ക്ഷീണായിപ്പോയി. എന്റെ താക്കോലെ തരുവാ നടക്കങ്ങോട്ട്. ചൊറിയുന്നു എനിക്കും. താക്കോലെ റാന്നിക്കല്ല പിന്നെ. എടാ നമ്മുടെ സുധീഷിന്റെ കസിന്റെ ഒരു തോട്ടമുണ്ട്. നമുക്ക് അവിടെ വരെ പോവാം. അവിടെ കുറച്ച് പരിപാടിയുണ്ട്. എന്താടാ സ്ഥലത്തിന്റെ പേര്? പാഞ്ചാലിമയുടെ അടുത്ത് പുരക്കയ. സാറേ ഒരുപാട് ദൂരെ ഇവിടുന്ന് എരുമേലിന്ന് അടുത്താടാ. സാറേ എനിക്ക് നാളെ പിള്ളേരുമായിട്ട് ഓട്ടോ ഉള്ള. ഇത് ഒരു ഓട്ടോ അല്ലടാ, നമ്മള് രാവിലെ തിരിച്ചിങ് വരും ഇല്ലേ? പോടാ പോ.
മോൻ കഴിട്ടുക ചെല്ലു. പോലീസുകാരുമായിട്ട് പോയി വാറ്റടിച്ചൊന്നും പറഞ്ഞേക്കല്ലേ. അടുത്ത ആഴ്ച റിട്ടയർമെന്റാ. പിള്ളേരെ ഏറി കയറ്റി. അവനാരടുത്തും പറയില്ല സാറേ. അതിന് നിന്റെ അല്ലേ റിട്ടയർമെന്റ്? എൻ്റെ അല്ലേ? കല്യാണ പെണ്ണിൻ്റെ അച്ഛൻ്റെ ഒക്കെ കാര്യം നോക്കാൻ അവനൊന്നും സമയമില്ല. അവനൊക്കെ അവനവൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. കല്യാണത്തിന്റെ ടെൻഷനായിരിക്കും അല്ലേ? ആണെങ്കിൽ പോട്ടാ. ഓടിവാ കണ്ണ, ചാടിവാ പൊണ്ണേ, വാ വാ. അടിച്ചിങ്ങ് കേറി വാ സുധീഷേ. ബെഞ്ചേ കേറിക്കേ. വാറ്റടിക്കണ്ട നമുക്ക്. അതെ, സാധനം വേണമെങ്കിൽ ഡിക്കി വെക്കാം. ഞങ്ങൾ ഇടുക്കി പോയിരുന്നു കള്ളു കുടിക്കോ? എടാ കാട്ടവരാതമേ മിണ്ടാണ്ടിരിക്കടാ. ചതും 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 ജും തജും ജും തജും തജും ജും തജും ജും തജും 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 താനന. എടാ ഇങ്ങനെ ഈ പാട്ട് കേൾക്കുമ്പോഴേ ജീവിക്കാനൊക്കെ തോന്നണം അല്ലേടാ? സാർ, ഞങ്ങൾക്കൊരു മാസ്റ്റർ ഉണ്ടായിരുന്നു, സംഘട്ടനം പഴനിസ്വാമി. അദ്ദേഹം പറയുമായിരുന്നു, നല്ലൊരു ഫൈറ്റ് എടുക്കുന്നതിന് മുമ്പ് ഇദ്ദേഹത്തിന്റെ ഒരു പാട്ട് കേട്ടാ അതൊരു പ്രതീക്ഷയാണ്. സത്യത്തിൽ നീ ആരാടാ? ഞാനൊരു പത്തനംതിട്ടക്കാരനാണ് സാർ. തന്നെ? എൻ്റെ അച്ഛൻ കമ്പത്ത് നിന്നാണ്, അമ്മ പത്തനംതിട്ട എന്നാണ്. അവരൊക്കെ പോയതിനു ശേഷം ഞാൻ ഈ സിനിമാ പ്രാന്ത് മൂത്ത് മദ്രാസിൽ പോയി. അവിടെ ഈ പഴനി മാസ്റ്ററുടെ കൂടെ ഞാനൊരു ഫൈറ്ററായിട്ട് കൂടെ കൂടി. ഫൈറ്ററാ? നീയാ? ഏത് സിനിമയില്? ഞാൻ 50-60 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് സാർ. എന്തിനാ നീ വണ്ടിയൊക്കെ ഉരുട്ടി കിടക്കുന്നത്? സാർ, അത് ഞങ്ങളൊരു തമിഴ് സിനിമയുടെ ആക്ഷൻ ചെയ്യുന്ന സമയത്ത് ഒരു വലിയ ആക്സിഡന്റ് നടന്നു. അപ്പം അതില് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ സഹോദരൻ അൻപ് എന്നെ രക്ഷിക്കാനുള്ള ശ്രമത്തിൽ അവൻ മരിച്ചുപോയി. അത് പിന്നെ വലിയ കേസായി, യൂണിയനിലൊക്കെ അറിഞ്ഞു. മാസ്റ്ററിന് വർക്ക് ചെയ്യാൻ പറ്റാതായി, ഞങ്ങളെയൊക്കെ പിരിച്ചുവിട്ടു. പിന്നെ ഞാനിങ്ങ് പോന്നു. അപ്പം ആ മാസ്റ്റർ എന്ന വണ്ടിയാണ് സാർ ഇത്. അപ്പം ഇത് ഒരുപാട് ഓർമ്മകളുള്ള ഒരു വണ്ടിയാണ് എനിക്കിത്. ആകെ ഒരു ദുരന്ത കഥയാണ് അല്ലേടാ?